അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ പതിവാക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. മറ്റൊന്ന്, വിശുദ്ധമായ ഖുർആനിൻ്റെ രണ്ട് ആയത്തുകളാണ്. ഈ ദിക്റും അതേപോലെ ഈ ആയത്തും എങ്ങനെയാണ് പതിവാക്കേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എത്ര വട്ടം ചൊല്ലണം എന്നുള്ളതൊക്കെ വളരെ ലളിതമായി എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും വലിയ ബർക്കത്തുണ്ടാകും. അതിലുപരി ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകും. ടെൻഷനുകളൊക്കെ മാറിക്കിട്ടും. ഇത് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചു കേട്ട് ഒരാഴ്ചക്കാലം പതിവാക്കി തുടങ്ങുകയാണെങ്കിൽ, ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങും. വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ചാനലിലൂടെ കൂടുതലായും നിസ്കാരങ്ങളും നോമ്പുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാറ്. പക്ഷേ ഇന്ന് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കമൻറ്റ് ബോക്സുകളിലൂടെ ഒരുപാട് പേര് വ്യത്യസ്ത പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. ഒന്നൊരിക്കൽ പഠനത്തിൻ്റെ വിഷയം, അല്ലെങ്കിൽ ജോലിയുടെ വിഷയം, അല്ലെങ്കിൽ കല്യാണപരമായ വിഷയങ്ങൾ, വീട് പണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വിഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകൾ ഭർത്താക്കന്മാരൊക്കെ ജയിലിൽ അകപ്പെട്ട് പ്രയാസപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയ സമാധാനം ഉണ്ടാവുകയും ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ ഇത് ഓതാൻ പറ്റുമോ, ഇത് ചൊല്ലാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ ഈ ഒരു വിഷയം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. നമ്മൾ ഇത്തരത്തിൽ ദിക്റുകൾ ചൊല്ലുന്നത്, അതുപോലെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നിസ്കാരം നമുക്കറിയാം നിർബന്ധമുള്ള കാര്യമാണ്. 5 വക്ത് ഫർദ് നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം. സുബ്ഹി നിസ്കരിക്കാതെ, ളുഹറും അസ്റൊന്നും നിസ്കരിക്കാതെ ഇങ്ങനെ ദിക്ർ ചൊല്ലിയത് കൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വലിയ വലിയ ഉസ്താദുമാരെയും തങ്ങന്മാരെയും കണ്ട് നിരന്തരമായി മന്ത്രിപ്പിച്ചത് കൊണ്ടൊന്നും ചിലപ്പോൾ അതിന് ഫലം ലഭിക്കണമെന്നില്ല. നമ്മൾ ആദ്യം നമുക്ക് മേൽ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പാലിച്ചിരിക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിസ്കാരം പോലെ ഫർളാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം, അവരനുസരിച്ചിരിക്കണം. അവരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആവശ്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ മാക്സിമം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലും, ഒരുപാട് ഉസ്താദന്മാരെ കണ്ട് ദ്വാരിപ്പിക്കും, മന്ദിരിപ്പിക്കും. എന്നാൽ അപ്പുറത്ത് പോയി ഒരുപാട് പേരുടെ കുറ്റങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപാട് പേര് ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറയുന്ന കാര്യമല്ല. നമ്മൾ സ്വയം ആലോചിക്കുക, എൻ്റെ പക്കൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ടോ എങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇത്തരം ദിക്റുകളും ഒക്കെ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ആ വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിക്കും. ഈ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരത്തിന് ശേഷം, സാധാരണ ഫർദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ ദിക്റുകൾക്ക് ചൊല്ലുമല്ല. ആ ദിക്റുകളും അതേപോലെ തന്നെ ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ ഇങ്ങനെ സാധാരണ ചൊല്ലുന്ന ആ ദിക്റും ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ശ്രദ്ധിക്കുക. സുബ്ഹി നിസ്കാര ശേഷമുള്ള ആ ദിക്റും ദുആവും കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ദിക്റും ദുആ ഒക്കെ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറ്റുമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നമ്മുടെ വലത് കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെക്കുക. അതായത് ഇടത് ഭാഗത്താണ്, അപ്പോൾ ഇവിടെ വെക്കുക നമ്മുടെ ഈ വലത് കൈ. എന്നിട്ട് വെച്ചിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ വെച്ചിട്ട് നമ്മൾ യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ 71 തവണ ചൊല്ലാം. അപ്പൊ യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 71 തവണ ചൊല്ലാം. കൃത്യം ശ്രദ്ധിക്കണം, 71 തവണ ചൊല്ലാം. അപ്പൊ നമ്മൾ ഇവിടെ കൈ ഇങ്ങനെ വെക്കുക. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. ഇങ്ങനെ
കൃത്യം 71 തവണ നമ്മൾ കൃത്യം കണക്ക് കൂട്ടി ചെല്ലാം. ഇത് ചെല്ലേണ്ടത് സുബ്ഹി നിസ്കാര ശേഷമുള്ള ദിക്റും ദുആവും കഴിഞ്ഞ ശേഷം പറ്റുമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാം. ഇനി അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ എണീറ്റാലും ചൊല്ലാവുന്നതാണ്. മാക്സിമം അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പതിവാക്കി നോക്കി വലിയ ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവും. ഒരു വിഷയം അതാണ്. രണ്ടാമതൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബ, അതായത് ബിസ്മിയില്ലാത്ത സൂറത്ത്, ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ട്. ആ 2 ആയത്ത് നമ്മൾ ഓതണം. സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകൾ നമ്മൾ ഓതണം. ഇതെപ്പോഴാണ് ഓതേണ്ടത്? ഇത് നമ്മൾ ഓതേണ്ടത്, കൃത്യമായി ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരവുമാണ്. 7 തവണയാണ് നമ്മൾ ഓതേണ്ടത്. എങ്കിൽ രാവിലെ ഞാൻ ഈ പറഞ്ഞ സുബ്ഹി നിസ്കാരമുള്ള ഈ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 2 ആയത്തുകൾ 7 തവണ ഓതാം. അതേപോലെ തന്നെ വൈകുന്നേരം മഗ്‌രിബിന് ശേഷം 7 തവണ ഓതാം. ഇനി ഈ 2 സമയത്ത് പറ്റിയിട്ടില്ല എങ്കിൽ രാവിലെയും വൈകുന്നേരമായിട്ട് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ഓതാം. 7 തവണ വീതമാണ് നമ്മൾ ഓതേണ്ടത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 2 ആയത്തുകൾ. അപ്പോൾ നമ്മൾ ബിസ്മി ഓതേണ്ട ആവശ്യമില്ല, ഔദ് ചൊല്ല, എന്നിട്ട് നമ്മൾ ഈ 2 ആയത്തുകൾ ഓതാം. ആ 2 ആയത്തുകളാണ് സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് നിസ്കാരമൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അവർ ആ നിസ്കാരമൊന്നും ഇല്ലാത്ത സമയത്ത്, അതായത് വലിയ ശുദ്ധിയുടെ ഘട്ടങ്ങളിൽ അവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല. അതുകൊണ്ട് അവർ ഈ ആയത്തുകളും ഓതേണ്ടതില്ല. അതേ സമയത്ത് യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ സാധാരണ സുബ്ഹി നിസ്കാരമാണ് ഒരാൾ ചെല്ലുന്നതെങ്കിൽ അവർ നിസ്കാരം ഇല്ലാത്ത സമയത്ത്, ആ സുബ്ഹിന്റെ സമയത്ത് ഈ ദിക്ർ മാത്രമായിട്ട് അവർക്ക് ചൊല്ലാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഖുർആൻ ഓതേണ്ടതില്ല. ഇനി നമ്മൾ ഈ ദിക്റും അതുപോലെ ഈ ഖുർആനിലെ ആയത്തുകളും ഇങ്ങനെ ഓതി നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ, അതായത് ദിക്ർ ചൊല്ലേണ്ടത് രാവിലെ സുബ്ഹിക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞ ദിക്ർ ചൊല്ലേണ്ടത്, ഈ 2 ആയത്തുകൾ ഓതേണ്ടത് രാവിലെയും വൈകുന്നേരവും 7 തവണ വീതമാണ്. ആ ദിക്ർ 71 തവണയാണ്. ഇത് വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒക്കെ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ കണ്ടു തുടങ്ങും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടി ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് പല ആളുകളും ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഞാൻ വളരെ വേദനയോടെ ആ ഒരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഒരുപാട് ഉസ്താദുമാരെടുത്തും ഒരുപാട് തങ്ങന്മാരെടുത്തും അതേപോലെ ഒരുപാട് സ്വാലിഹീങ്ങളടുത്തൊക്കെ പോയി ദുആ ചെയ്യിപ്പിക്കും. അതുപോലെ ഒരുപാട് സമയങ്ങൾ അവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ പാലിച്ചിരിക്കേണ്ട നിസ്കാരങ്ങളെപ്പറ്റി അശ്രദ്ധരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലൊക്കെ നമ്മൾ ഒരു കാരണവുമില്ല, അതല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാതെ നിരന്തരമായി മറ്റുള്ളവരെ കുറിച്ചൊക്കെ മോശമായി പറഞ്ഞുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ വലിയ ഫലം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നതിന് തൊട്ട് ഒന്നാമത് സൂക്ഷിക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള ദിക്റുകളും നമ്മൾ അധികരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. തെറ്റുകുറ്റങ്ങൾ മാത്രമല്ല, പുതിയ കാലത്ത് എല്ലാവരും സ്വയം ദീനിനെ ന്യായീകരിക്കാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും നടന്നു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നടത്തി ദീനിൽ ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ചേർത്ത് നമുക്കിഷ്ടം പോലെ ജീവിക്കാൻ, ഇഷ്ടം പോലെ തോന്നുന്നത് പോലെ ദീനിന്റെ വിഷയങ്ങൾ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി തെറ്റുകുറ്റങ്ങൾ വ്യാപകമാകുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ നിരന്തരമായി കണ്ടുവരികയാണ്. അത്തരം പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ സൂക്ഷിച്ച് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറി ഒപ്പം നമ്മൾ ഇതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലി മുന്നോട്ട് പോവാം. ഇനി നമ്മൾ വേറൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ ദിക്റുകൾ ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അതാതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ പരീക്ഷയുടെ വിഷയമാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പഠിക്കേണ്ടി വരും. ജോലിയുടെ വിഷയങ്ങളാണെങ്കിൽ ആ ജോലി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതേപോലെ കച്ചവടത്തിൻ്റെ വിഷയമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടി വരും. കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, വീട് പണിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലൊക്കെ എല്ലാത്തിനും അതാതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും പ്രയത്നങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടി വരും. അതൊക്കെ ഉണ്ടാവണം. അതിന് പുറമെയാണ് ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം അങ്ങനെ പ്രയത്നിക്കുമ്പോൾ അതിൽ വലിയ ഫത്ഹ് അള്ളാഹു നൽകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഈ പറഞ്ഞത് ഞാൻ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ, അതുപോലെ മാനസിക വിഷമങ്ങൾ, എല്ലാത്തിനും ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉപയോഗപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.